ഒറ്റയടിക്ക് ആളുകളെ കോൺഗ്രസ്സിൽ നിന്ന് അടർത്തിയെടുത്ത് ബി ജെ പിയിൽ എത്തിക്കുന്നത് അത്ര എളുപ്പത്തിൽ കേരളത്തിൽ നടക്കുന്നതല്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളം വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നേരിടുന്ന വെല്ലുവിളികളുണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ്. പല രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ സംസ്ഥാനത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു പോളറൈസേഷൻ മതത്തിൻ്റെ പേരിലുണ്ടാവണം. അതങ്ങനെ എളുപ്പം ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് അല്ല കേരളം. കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും ദുർബലമാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഞങ്ങൾക്ക്. താങ്കൾ ഇരിക്കുന്നത് ഒരു വളരെ ടഫ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലാണ്. ബിക്കോസ് കേരളം ബി ജെ പിയെ സംബന്ധിച്ച് ഒരു ബാലികേറാമലയാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എന്തൊക്കെയാണ് ബി ജെ പിയുടെ മുന്നിലുള്ള ചലഞ്ചസ്? എന്തൊക്കെയാണ് കേരളത്തെ സംബന്ധിച്ച്? അല്ല, 2-3 കാര്യങ്ങളുള്ള ഞങ്ങൾക്കൊരു ജനപിന്തുണ ഇല്ലാത്ത പാർട്ടിയല്ല ബി ജെ പി. ഒരു 25-30 ലക്ഷം വോട്ടിൻ്റെ ഒരു ബേസ് ഞങ്ങൾക്കുണ്ട്. അതൊരു 6% നിന്നാണ് ഒരു അറൗണ്ട് 15% നമ്മൾ വന്നത്. ആ 6% ഒരു 40 കൊല്ലം കൊണ്ടുണ്ടായതാണ്. 6% ഒരു ശതമാനമായി, 2%, 3%. അത് കഴിഞ്ഞ് 2016 ആ 6-ൽ നിന്ന് നമ്മൾ 15-നടുത്തേക്ക് വന്നു. 19 ഏതാണ്ട് നമ്മളത് നിലനിർത്തി. 21 ഒരു ചെറിയ 2% കുറവുണ്ടായി. സ്റ്റിൽ നമ്മളൊരു 12-നും 15-നും ഇടയിൽ വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടി. നമുക്കുള്ള ഏറ്റവും വലിയൊരു ദൗർബല്യം എന്ന് പറയുന്നത് കേരളം ഒരു വളരെ മുന്നണിക്ക് വളരെ ജനങ്ങളൊരു മുന്നണി രാഷ്ട്രീയം ഇത്രയും കാലം പരീക്ഷിച്ച ഒരു സ്റ്റേറ്റ്. അപ്പോൾ ആ മുന്നണിയിൽ ഓരോ കക്ഷികൾ എത്ര ശക്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDF മുന്നണിയിൽ CPIക്ക് എത്ര ശക്തിയുണ്ട്, ജനതാദൾ, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ജനം എപ്പോഴും ഒരു 2 മുന്നണികൾ തമ്മിലുള്ള ഒരു പോളറൈസേഷനാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു രൂഢമൂലമായ വിശ്വാസത്തിലാണ് ജനങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്ന ഒരു ദൗർബല്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ശക്തമായ മുന്നണിയില്ല. ഇപ്പോഴും ഞങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് BJP ഒരു NDA മുന്നണി കേരളത്തിൽ വളരെ ശക്തമല്ല. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഞങ്ങൾ നേരത്തെ ഒരു BDJS-ഉമായിട്ട് ചേർന്ന് ഒരു പരീക്ഷണം നടത്തി. കുറേയൊക്കെ അത് വിജയിച്ചു. പക്ഷേ അത് പിന്നീട് വേണ്ടത്ര അവരും സംഘടനാപരമായിട്ട് വേണ്ടത്ര അന്നത്തെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ കക്ഷികളൊക്കെ NDAയുടെ കൂടെ വന്നു. പക്ഷേ ശക്തമായൊരു മുന്നണിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇലക്ഷൻ്റെ റിസൾട്ട് നോക്കിയ 2019 ഞങ്ങൾ ട്രിവാൻഡ്രത്ത് 3 ലക്ഷത്തിൻ്റെ മേലെ വോട്ട് പിടിച്ചു. പത്തനംതിട്ടയിൽ ഞങ്ങൾ 3 ലക്ഷം വോട്ട് പിടിച്ചു. തൃശ്ശൂരിൽ ഞങ്ങൾ 3 ലക്ഷം വോട്ട് പിടിച്ചു. പാലക്കാട് മാറ്റിങ്ങലും ഞങ്ങൾ 2.5 ലക്ഷം വോട്ട് പിടിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നിർണായകമായിട്ടുള്ള ശക്തിയായിരുന്നു. 3 ലക്ഷം വോട്ട് കിട്ടിയ സ്ഥലത്ത് ഒരു 3.45 ഞങ്ങൾക്ക് കിട്ടി, 3.5 കിട്ടിയത് അന്ന് നമ്മൾ ജയിച്ചന്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യാസത്തിലാണ് അന്ന് നമുക്ക് മിസ്സായത്. അപ്പോൾ അതിൽ ഞങ്ങൾ പരിശോധിച്ചപ്പം മൈനോറിറ്റി വോട്ടിൽ ഒട്ടും ഞങ്ങൾക്ക് കടന്നു കയറാൻ പറ്റിയില്ല. അപ്പോൾ പത്തനംതിട്ട ഞാൻ മത്സരിച്ചപ്പോൾ ആദ്യം 1,35,000 അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതാണ് 3-ലേക്ക് വന്നത്. ഉദാഹരണത്തിന് ഒരു 10% ക്രിസ്ത്യൻ വോട്ടിലേക്ക് ഞങ്ങൾക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആ ഇലക്ഷനിൽ തന്നെ ഞങ്ങൾ ജയിച്ചേനെ. പക്ഷേ അന്നത്തെ സാഹചര്യം എൻറ്റയർ മൈനോറിറ്റി UDFൻ്റെ കൂടെ പോയി. മെജോറിറ്റിയിൽ പിണറായി വിജയനെ തോൽപ്പിക്കണം എന്നുള്ള വലിയൊരു വിഭാഗത്തിൻ്റെ വാശിയും UDFന് ശബരിമല കാരണം. ഇതൊരു വെല്ലുവിളിയാണ്. മൈനോറിറ്റിയിൽ നമുക്ക് റീച്ച് ഉണ്ടാവാതെ നമ്മൾ അല്ലെങ്കിൽ സംസ്ഥാനത്ത് എന്താ പറയുക ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു പോളറൈസേഷൻ മതത്തിൻ്റെ പേരിലുണ്ടാവണം. അതങ്ങനെ എളുപ്പം ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് അല്ല കേരളം. അപ്പോൾ മൈനോറിറ്റിയിലൊരു സർട്ടൻ പെർസെൻറ്റേജ് വോട്ട് കിട്ടാനുള്ള സീരിയസ് ആയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനുവേണ്ടിയാണ് ഞാനീ പറഞ്ഞത്. അത് മുകളിൽ എന്തെങ്കിലും ഒരു ആശയവിനിമയത്തിലോ അല്ലെങ്കിൽ ഒരു വാഗ്ദാനങ്ങളിലോ ഒതുങ്ങുന്നതല്ല. അത് നിൽക്കുന്നത് താഴെയുള്ള BJP നേരിടുന്ന ഒരു പ്രശ്നം താഴെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നമുക്ക് നേരത്തെ സ്വാധീനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സീരിയസ് ആയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രിസ്ത്യൻ വോട്ടിൽ അതിന് പറ്റിയൊരു സാഹചര്യമുണ്ട്. അതിൽ കടന്നു കയറാനുള്ള കാര്യമായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നുകൂടി
അതൊന്ന് വിശദീകരിക്കാം. ക്രിസ്ത്യൻ വോട്ടിലേക്ക് അല്ല, ക്രിസ്ത്യൻ പണ്ടത്തെ പോലെയല്ല. അന്ന് 2019 സംഭവിച്ച ഒരു കാര്യം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നുള്ള പ്രചരണം കേരളത്തിൽ വലിയ തോതിൽ വീശിയടിച്ചു. അതിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരു പിടിയുണ്ടാവാൻ എപ്പോഴും അങ്ങനെയാണല്ലോ, അധികാര രാഷ്ട്രീയമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് കേന്ദ്രത്തിൽ നേരത്തെ UPA ഉണ്ടായിരുന്ന സമയത്ത് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും ചുരുങ്ങിയത് 5 കൊല്ലം കൂടുമ്പം മാറി വരുന്നത് കൊണ്ട് അവരുടെ ഇടപെടലുകൾക്ക് നല്ല സാധ്യതകളുണ്ടായിരുന്നു. മോദി സർക്കാർ വന്നതിന് ശേഷം അവർക്ക് കേന്ദ്രത്തിലും അത്തരത്തിലുള്ള ഒരു സ്വാധീനം ഉണ്ടായില്ല. കേരളത്തിൽ പിന്നെ LDFൻ്റെ ഭരണമായതുകൊണ്ട് ഉദ്ദേശിച്ച രീതിയിൽ, ഇപ്പോൾ പിന്നെ ജോസ് കെ മാണി കുറച്ച് LDFിലേക്ക് പോകുന്നതിന് 19 അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അതിന് ശേഷമാണ് ഈ വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയും മോദി അധികാരത്തിൽ വരികയും സംസ്ഥാനങ്ങളിലൊക്കെ മാറ്റം വരികയും കേരളത്തിൽ UDF വീണ്ടും അധികാരത്തിൽ നിന്ന് 2ാമത്തെ തവണയും പോവുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു കാരണം കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാത്രം ഡെവലപ്മെൻറ്റ്സ് അല്ല, ലോകത്ത് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നേരിടുന്ന വെല്ലുവിളികളുണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ്. പല രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും. കൃത്യമായിട്ട് 2026, 2040 ഇങ്ങനെയൊക്കെ കണക്ക് വച്ചിട്ടാണ് അവിടെ രാജ്യങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് അവർക്ക് നല്ല ആശങ്കയുണ്ട്. പിന്നെ PFI കേരളത്തിൽ വളരെ ശക്തമായിട്ട് അവരുടെ ലക്ഷ്യം പഴയതുപോലെ RSS BJP മാത്രമല്ല എന്നുള്ള തിരിച്ചറിവ് കമ്മ്യൂണിറ്റിക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. RSSനെ BJPയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മാത്രം PFI അല്ലെങ്കിൽ ഈ റാഡിക്കൽ എലമെൻസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടില്ല എന്നും ശരിയായ ഫൈറ്റ് നടക്കുന്നത് ഇപ്പുറത്താണെന്നും അത് പല പല കാരണങ്ങളിലൂടെ സമൂഹത്തിന് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സർവേ നിങ്ങൾ നടത്തിയാൽ ഈ PFI ബാൻ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ആളെയും വ്യക്തിപരമായിട്ട് ഒരുപക്ഷെ അതൊരു പ്രസ്താവനയായിട്ടൊന്നും ആരും പറഞ്ഞില്ലെങ്കിലും ഇൻഡിവിജ്വലി സംസാരിക്കുമ്പോൾ വലിയൊരു ഭീതിയിലായിരുന്നു അവർ. ഈ PFIക്കെതിരെ എടുത്ത ശക്തമായ നടപടികൾ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ആത്മവിശ്വാസവും സന്തോഷവും നൽകിയിട്ടുണ്ട്. അപ്പോൾ സാഹചര്യത്തിൽ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഹിമാചൽ, ഗുജറാത്ത് തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിയുമ്പോൾ തീർത്തും കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുവാനാണ് പോകുന്നത്. അതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് പോവാൻ പണ്ടത്തെ പോലെ ഉള്ള ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാലമാണ് തീർച്ചയായിട്ടും BJPക്ക് വരുന്നത്. ഞങ്ങളതിനെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആയിട്ട് എടുക്കുന്നില്ല. ഞങ്ങൾ പരസ്പരം ആശയവിനിമയത്തിനുള്ള കൂടുതൽ സ്ഥലങ്ങൾ തുറന്നിടുകയാണ്. ഇപ്പോൾ ധാരാളം ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ വാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇപ്പം നഡ്ഡാജി വന്നപ്പോൾ തന്നെ നമ്മൾ പലരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഒരു ഫ്രീ കോൺവെർസേഷനുള്ള അന്തരീക്ഷം 2019 അപേക്ഷിച്ച് ഇപ്പോൾ വളരെ ശക്തമായിട്ട് കേരളത്തിൽ നടക്കുന്നു. കോൺഗ്രസ്സിൽ ഈ അരക്ഷിത ബോധം വളരെ ശക്തമാണ്. ഇപ്പോൾ നിലവിൽ ഒന്നും BJPക്ക് കൊടുക്കാനില്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ MP-മാരായിട്ടുള്ള ആൾക്കാർ ഒരു പേരിനാണെങ്കിലും അവർ MP-മാരായിട്ട് ഇരിക്കുകയാണ്. BJP ഇപ്പോൾ കേരളത്തിൽ ഒരു അധികാര സ്ഥാനത്തിലില്ലാന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കോൺഗ്രസ്സിൽ നിന്ന് വലിയൊരു അടിയൊഴുക്ക് അല്ലെങ്കിൽ ഒരു ഒഴുക്ക് BJPയിലേക്ക് ഇല്ലാത്തത്. വളരെ അപൂർവം ആൾക്കാരൊഴിച്ച് എല്ലാവർക്കും ഇനി അങ്ങോട്ട് വലിയൊരു, ഇപ്പോൾ എല്ലാ MP-മാരും ഞങ്ങൾ ലോക്സഭ മത്സരിക്കുന്നില്ല, കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു കീഴടക്കേ ഇല്ല. 40 കൊല്ലം വേണമെങ്കിൽ മത്സരിക്കുന്ന ആൾക്കാരാണ്. 5 കൊല്ലം മത്സരിച്ച അല്ലെങ്കിൽ MP ആയിരുന്ന ഒരു 6 MP-മാരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ഇനി ലോക്സഭയിലേക്കില്ല. കാരണം വെച്ചാൽ അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ആശങ്കയുണ്ട്. അപ്പം അതുകൊണ്ട് ചെറിയ കാര്യമല്ല അത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും ദുർബലമാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഞങ്ങൾക്ക്. ഒറ്റയടിക്ക് ആളുകളെ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത് BJPയിൽ എത്തിക്കുന്നത് അത്ര എളുപ്പത്തിൽ കേരളത്തിൽ നടക്കുന്നതല്ല. പക്ഷേ
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളം വന്നുകൊണ്ടിരിക്കുകയാണ്.